guys, welcome to my show Raw and Real with SJ. In the first episode of the show, and we have a special guest with us who is celebrating his birthday today as well. He is one of the best realtors in GTA and London, and also he's very talented, very vibrant, and a fun person to work with and talk with. We have a special guest today. It's Samson Anthony. Okay. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ 1 hour ഡ്രൈവ് എടുത്തിട്ട് ഇവിടെ വന്നു. ഐ എം സോ ഗ്ലാഡ് യു ആർ എ പാർട്ട് ഓഫ് ദ ഷോ ടുഡേ. ആദ്യം തന്നെ എങ്ങനെയുണ്ട്, ഫാമിലി എല്ലാവരും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ നല്ല ബ്യൂട്ടിഫുൾ ഫാമിലി ഉണ്ട്, നല്ല നല്ല സുന്ദരിയായ ഒരു ഭാര്യ, 2 പിള്ളേർ. ആൻഡ് എൻ്റെ വിഷസ് അറിയിക്കണം. അതെന്തായാലും അവർ കാണുമ്പോൾ താങ്ക് യു താങ്ക് യു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്നത്തെ പരിപാടി എന്തുവായിരുന്നു? ഇന്ന് സത്യം പറഞ്ഞാൽ ബിസി ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് രാവിലെ ഇറങ്ങിയതാണ് 10 o'clock ഫ്രം ബ്രാംപ്ടൺ, പിക്കറിംഗ്, ദെൻ ഹോഷുവ, എജാക്സ്, went all the way Bonwell, then again came back Oshawa, then again I'm back here. Yeah. So അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഒരു രാത്രിയാകും. That's great. That is how the real estate work, you know, real estate agent. ഭയങ്കര ബിസി ആളാണ്. Especially on weekend, not every day, but weekend always like. So I know Chetan, back home you were in hotel management field, and ഇവിടെ വന്നു ചേട്ടൻ 2009 വന്നു. And ചേട്ടൻ റിയൽ എസ്റ്റേറ്റിലോട്ട് ഉടനെ റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നിട്ടില്ല, ബട്ട് യു ഡിഡ് സെവറൽ അതർ ജോബ്സ് ആൻഡ് അവസാനം റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നു. സോ ഹൗ വാസ് ദാറ്റ് ട്രാൻസിഷൻ ഫ്രം ദ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡ് ടു റിയൽ എസ്റ്റേറ്റ്? ഭയങ്കര വലിയ ട്രാൻസിഷൻ അല്ലായിരുന്നോ? റിയൽ എസ്റ്റേറ്റിലോട്ട് വരാനുള്ള ട്രാൻസാക്ഷനാണ് അതോ കാനഡയിൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള ട്രാൻസാക്ഷൻ? അന്ന് മുതൽ, ബിക്കോസ് obviously that's a long journey. That's a really long journey. പക്ഷെ അതൊരു വലിയ ട്രാൻസിഷൻ തന്നെയായിരുന്നു. ഹാപ്പി ആയിരുന്നു ആ ട്രാൻസിഷനിൽ? ഇനിഷ്യൽ സ്റ്റേജിൽ ആക്ച്വലി ഇഫ് യു ആസ്ക് മീ ഐ വിൽ സേ നോ. എല്ലാവർക്കും ആദ്യം കാനഡയിൽ വരുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ, ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാനഡ എന്ന് തോന്നുമ്പോൾ തിരിച്ചു പോകണമെന്നുള്ള ആ ഒരു ഫീൽ വരും. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനിൽ കൂടെ തന്നെയാണ് ഞാനും വന്നത്. ഇവിടെ നമുക്ക് പറ്റിയതെല്ലാം തിരിച്ചു പോകണമെന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലായിരുന്നു ബാക്ക് ഹോം. അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ആ ഫീൽഡിൽ ജോബ് കിട്ടത്തില്ല. ദാറ്റ്സ് ഇൻ 2009 ഐ എം ടോക്കിങ്. അപ്പോൾ ആ സമയത്തൊക്കെ ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആദ്യം ഒരു ഏജൻസി വഴിയായിരിക്കും. പിന്നെ ആ ഏജൻസിയിൽ തന്നെ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ലേബർ ജോബ് വഴി തന്നെയാണ്. ആ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും എനിക്ക് ഹോട്ടൽ ഫീൽഡിൽ കിട്ടിയിട്ടില്ല. കാര്യം മെയിൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അറിയാമല്ലോ, ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ കാനഡ? അപ്പം നമുക്ക് ജോബ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് വരത്തില്ല. അപ്പോൾ ആ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഏജൻസികൾ വഴി സ്റ്റാർട്ട് ചെയ്ത് ജനറൽ ജോബ് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ആഫ്റ്റർ 1 year ആയിക്കോട്ടെ ഇനിഷ്യൽ ജോബ് ഇൻ വൺ ഓഫ് ദ ഹോട്ടൽ ആസ് എ സൂപ്പർവൈസർ. പിന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫീൽഡിലോട്ട് തിരിച്ച് സൂപ്പർവൈസർ എന്ന് മാറി സീനിയർ സൂപ്പർവൈസറായി, പിന്നെ മാനേജറായി. പിന്നെ അത് എൻ്റെ ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മേ ബി ഓൾമോസ്റ്റ് 10 years ഐ വാസ് വർക്കിംഗ് ഇൻ മൈ സെയിം ഫീൽഡ്. ഞാൻ തിരിച്ചു ചോദിക്കണ്ട സൗമ്യയുടെ ട്രാൻസാക്ഷൻ ചോദിക്കട്ടെ. എൻ്റെ ട്രാൻസിഷൻ വളരെ വലിയ ട്രാൻസിഷൻ ആയിരുന്നു. ബേസിക്കലി നമ്മൾ 2018 ഞാൻ വന്നു. ഞാൻ ആക്ച്വലി എന്താ പറയുന്നത്, നമ്മൾ വന്നു കഴിയുമ്പം എല്ലാം ചെയ്യാൻ റെഡി ആയിരിക്കണം നമ്മൾ കാനഡയിൽ ആക്ച്വലി. സോ വി ഹാവ് ടു ബി പ്രിപ്പയർ ടു ഡു എനി ജോബ്. ഇതിനി ക്ലീനിങ് ആണെങ്കിൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പിസ്സയിൽ ഡോ മേക്കറിലായിരുന്നു, പിസ്സ ഹട്ടിൽ. പിന്നെ വി വർ ലൈക്ക് ഇൻ ഹാവീസ് ബർഗർ കടയിൽ. പിന്നെ നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമുക്ക് കാനഡയിൽ എന്തെങ്കിലും ആവാൻ പറ്റത്തുള്ളൂ. സോ ഫൈനലി ഹിയർ ഐ എം ഒരു IT അനലിസ്റ്റ്. ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ്, ബിക്കോസ് നമ്മൾ അത്രയും സ്ട്രഗിൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കമ്മിങ് ടു ചേട്ടൻ, അപ്പം ചേട്ടൻ ആദ്യം സൂപ്പർവൈസറിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ചേട്ടൻ മാനേജറായി, ആൻഡ് ദെൻ യു വെൻറ്റ് ഇൻ ടു എ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റിസ്ക് ആയിരുന്നു ആ ഒരു ട്രാൻസിഷനിലോട്ട്, ബിക്കോസ് ഒരു മാനേജറിൽ നിന്ന് പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് എക്സാം ഒക്കെ എഴുതി നമ്മൾ ഒരു റിസ്കി ബിസിനസ് ആയിരുന്നു. ആ റിസ്ക് എടുക്കാൻ വാട്ട് ഇൻസ്പയർഡ് യു ടു ടേക്ക് ദാറ്റ് റിസ്ക് അറ്റ് ദാറ്റ് പോയിന്റ്? ഹോണസ്റ്റ്ലി റിസ്ക് അല്ലായിരുന്നു ഫോർ മീ. ഓക്കെ. ഐ ആം ഓൾറെഡി ഡീലിംഗ് വിത്ത് ദ ക്ലയൻസ് ആൻഡ് എവരിത്തിങ് റൈറ്റ്. അപ്പോൾ എനിക്കറിയാം ഓൾറെഡി ആൾക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക. അത് എൻ്റെ ഒരു നേച്ചറായിരുന്നു ലാസ്റ്റ് 10 years ഇൻ കാനഡ. കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഐ നോ ഓൾറെഡി ഹൗ ടു ഡീൽ. മെയിനായിട്ട് എപ്പോഴും ഹോട്ടൽ ഫീൽഡിലൊരു ഇതെന്ന് പറയുമ്പോൾ ഗസ്റ്റാണ് എബോ റൈറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്, ലിസണിങ്. അപ്പോൾ ആ ഒരു ഇതും കൂടെ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ വളരെ ഇതായിട്ട് എനിക്ക് തോന്നില്ല, ഡിഫിക്കൽട്ടായിട്ട് തോന്നില്ല. ആക്ച്വലി ഐ വെൻറ്റ് വിത്ത് ദ ഫ്ലോ. ചേട്ടൻ കുറേ വർഷമായിട്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ വെരി ആക്റ്റീവാണ്. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് മാർക്കറ്റിൽ what do you think of the current market of the real estate? Like, is it affordable to buy houses? എന്താണ് ആക്ച്വൽ കറൻറ്റ് മാർക്കറ്റ്? 2-3 കാര്യം. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ട് വരിക,
ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടുക, അഫോർഡബിലിറ്റി കൂടുകയാണ്. എന്നുവെച്ചാൽ ഒരു 1 ഇയർ മുമ്പ് എനിക്കൊരു 800 വീട് ഇത് മേടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴത്തെ മേ ബി യു ക്യാൻ ബൈ എ 900 സംവെയർ. സോ അപ്പം ആൾക്കാരുടെ പർച്ചേസ് പവർ കൂടുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ബയേഴ്സ് മാർക്കറ്റാണ്, ഓൾമോസ്റ്റ് ലൈക്ക് മേടിക്കാൻ പറ്റിയ ടൈമാണ്. ഓക്കെ. പിന്നെ ആസ് എ സെല്ലർ, ഇപ്പം നിങ്ങൾ സെല്ലറാണെങ്കിൽ ഞാൻ പറയും ഇത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയ ടൈമല്ല. യു നോട്ട് ഗോണ ഗെറ്റ് എ മണി വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. ബട്ട് ഇഫ് യു ഹാവ് മണി ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ബൈ എ ഫസ്റ്റ് ഹോം ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം. ഇത് നല്ലൊരു ടൈമാണ്, മേടിക്കാൻ പറ്റിയ കാര്യം. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു വേരിയബിൾ റേറ്റിലൊക്കെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി. ഫ്യൂച്ചറിലും ആ ഒരു നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റും കുറയും. പിന്നെ പർച്ചേസ് പ്രൈസ് ഇപ്പോൾ കുറവാണ്. അപ്പം ഹോണസ്റ്റ്ലി ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ബൈ നൗ. അത് എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം ഇങ്ങനെ പോകുന്നറിയില്ല, എപ്പോഴാണ് മാർക്കറ്റ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദ 2021 ഓർ 2022 ദ ബിഗിനിങ് ആ ഒരു പ്രൈസിലോട്ട് ഉടനെ വരുമെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ there will be a slight increase in coming years, but I don't know how long it's going to take, maybe 6 months, maybe 2 years. But the price will slightly going to increase. But before that, if you have money, and if you have money, buy one more property or 2 more property. I wish we can buy that. ഓക്കെ. ഇപ്പം ഓൾഡ് മാർക്കറ്റ് അല്ല, പണ്ട് ഉള്ള മാർക്കറ്റ് അല്ല ഇപ്പോൾ ഉള്ള മാർക്കറ്റ്. സോ വാട്ട് ബിഗ് ഡിഫറൻസസ് ഡു യു സീ? ലൈക്ക് ചേട്ടന് ആ സമയത്ത് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ആ സമയത്ത് വിറ്റ് ആ ഒരു രീതിയും ഈ സമയത്ത് ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് വെച്ച് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ബോത്ത്? മെയിൻലി പ്രൈസും ദ വേ ഓഫ് പീപ്പിൾ തിങ്കിങ്. ബിഫോർ ആയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ബേസിസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. എന്നുവെച്ചാൽ കൂടുതൽ യങ് ആയിട്ടുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറൻസ് ആണ്. ക്ലിയർലി വിൽ ടെൽ മേ ചില വി ആർ ഓക്കെ 1 hour ട്രാവലിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ എനിവേ ക്ലോസർ ടു ദ വർക്ക് പ്ലേസ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ ഇപ്പം എനിക്കിവിടെ ഈ ഹോസ്പിറ്റലിലാണ് ജോബെങ്കിൽ ഒരു 10 minutes ഡ്രൈവ് ചെയ്ത് വീട് മേടിക്കുന്ന ക്രൈറ്റീരിയ ആയിരുന്നു പണ്ട്. ബട്ട് ഇപ്പം ആ ഒരു ഇത് മാറി. ഇപ്പം ചേട്ടൻ ഇപ്പം കുറേ വീടുകൾ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ടൗൺ ഹൗസസ്, കോണ്ടോസ്, ലൈക്ക് ഒരു ഫുൾ ബംഗ്ലാവ്. ഏതാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്? ഇപ്പം അക്കോർഡിംഗ് ടു ദെയർ വിഷ് ആണോ അതോ ചേട്ടന് ഒരു റെക്കമെൻഡേഷൻ ഉണ്ടോ? I will not recommend. You will not recommend. That's depend on you. What you are looking for. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. വിഷാണ്. ഇപ്പം നമ്മൾ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ റെന്റൽ മാർക്കറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചേട്ടൻ? ഇപ്പോഴത്തെ റെന്റൽ മാർക്കറ്റ് എങ്ങനെയുണ്ട്? വളരെ ബാഡാണ്. മെയിനായിട്ട് സ്റ്റുഡൻസ് വരുന്ന വളരെ കുറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരുപാട് ഈവൻ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റെൻ്റൽ പ്രോപ്പർട്ടിയൊക്കെ എം ടി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ റെൻ്റൽ മാർക്കറ്റിൽ ഇപ്പം നമുക്ക് റെൻ്റലായിട്ട് എടുക്കാനാണോ നോക്കുന്നത്? എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പഴയ 2022 പോലെ ആ ഒരു ദിവസം ഇന്ന് റെൻ്റലിന് ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ പോകുന്ന ഇതല്ല. ഇപ്പോഴാണെങ്കിൽ 1 മാസം 2 മാസമൊക്കെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ കിടപ്പുണ്ടാവും. പിന്നെ പഴയ റെൻ്റ് ഇല്ല, ഇപ്പോൾ വളരെ റെൻ്റ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ റെൻ്റൽ മാർക്കറ്റ് ഇനി അങ്ങോട്ട് പോകുന്നത് ഞാൻ പറയും വളരെ ലോ തന്നെയായിരിക്കും ഫ്യൂച്ചറിലും ഒരല്പം. അൺലെസ് നമ്മുടെ ഇമിഗ്രേഷൻ പോളിസിയൊക്കെ മാറുന്നതിനനുസരിച്ച് അതുവരെ റെൻ്റൽ മാർക്കറ്റ് അല്പം സ്ലോ തന്നെയാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇപ്പോൾ ഇമിഗ്രേഷൻ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ബൈയിങ് ഹൗസസ് അല്ലെങ്കിൽ റെൻറ്റിങ് ഹൗസസ് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇമിഗ്രേഷൻ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ഹൗസിംഗ് മാർക്കറ്റിൽ എന്തുമാത്രം ചേഞ്ചസ് വരുന്നുണ്ട്? ചേഞ്ച് വരാം. ബട്ട് സ്റ്റിൽ നമുക്ക് കാനഡയിൽ ഇതുവരെ ഇപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് എന്തുമാത്രം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ നമ്പേഴ്സ് പറയണ്ടല്ലോ. സോ ഓൾ ദീസ് പീപ്പിൾ ഡിഡ്ന്റ് ബൈ ദ ഹോം, ദേ ആർ സ്റ്റിൽ റെന്റിങ് ഔട്ട്, റൈറ്റ്? അപ്പം വീട് മേടിക്കേണ്ട ആൾക്കാർ നെക്സ്റ്റ് ഒരു 10 or 15 ഇയേഴ്സിലേക്കുള്ള ആൾക്കാർ ഇപ്പോഴും സത്യം പറഞ്ഞാൽ കാനഡയിലുണ്ട്. അപ്പോൾ ഹൗസിംഗ് മാർക്കറ്റിന് അത് വലുതായിട്ട് എഫക്റ്റ് ആകത്തില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ റെന്റൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി യെസ്. ബിക്കോസ് ഒരു പോയിന്റിൽ ലൈക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ റഷ് ആയിക്കൊണ്ടിരിക്കുമ്പം ലൈക്ക് കാനഡയിലോട്ട് വരാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോ ആ പോയിന്റിൽ ദെവർ ലൈക്ക് നോ ഹൗസിങ് അറ്റ് ഓൾ, അല്ലേ? ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, വീടുകളില്ല അല്ലെങ്കിൽ റെന്റൽ ഹൗസസ് ഇല്ലായിരുന്നു. ബട്ട് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നത് ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ആർ ദെയർ. യെസ്. അപ്പം ഇപ്പം ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നപ്പം ഐ ഡിഡ്ന്റ് നോ ലൈക്ക് വി ക്യാൻ ബൈ ഹൗസ്. ഇല്ലെങ്കിൽ ബാക്ക് ഇൻ 2018 റെന്റൽ യെസ് വി കുഡ് ഗെറ്റ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു വി കുഡ് അഫോർഡ് എ ഹോം. എനിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു PR ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വീട് വാങ്ങിക്കാൻ പറ്റും. ഐ വാസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ബട്ട് ഒബ്വിയസ്ലി ദേ ക്യാൻ ഡു ഇറ്റ്. അതിൻ്റെ ഒരു പ്രൊസീജിയറോ അത് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ആ ടൈമിൽ വീട് യു ക്യാൻ ഡെഫിനറ്റ്ലി ബൈ. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്
your credit. And that time, if you are buying as a student, you need a good down payment. Down payment, Not yeah. 5 or 10 because you don't have the income to show, right? Yeah. So that time the bank gonna ask you more than 20% down. Yes. You can still buy if you have the status here, and if you have the down payment here, and if you are able to pay the monthly mortgage, you can still buy. Bye. And the same goes with PR as well. PR ആയിട്ട് വരുന്നത്. PR ആണെങ്കിൽ if your down payment is less, if you have the better income and everything to prove that you are able to pay this monthly mortgage, then you can still buy. ഇപ്പം നാട്ടിലെ കുറേ ഇമിഗ്രേഷൻ ഏജൻസീസ് അതുപോലെ ഈയിടെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതാണ് നമുക്ക് കാനഡ വരുന്നത് വളരെ സിമ്പിളാണ്, എന്താ പറയുന്നത്, വിസ കിട്ടാൻ വളരെ സിമ്പിളാണ്, ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ റെൻറ്റൽ ഹോമൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ് കാനഡ വന്നിട്ട്. പക്ഷെ ഞാൻ വന്ന സമയത്ത് എനിക്കറിയാം ആ സ്ട്രഗിൾസ് എന്തുവാണെന്ന്. പക്ഷേ ഇപ്പോൾ അവരങ്ങനെ പറയുമ്പം ചേട്ടനുള്ള അതിനുള്ള അഭിപ്രായം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇമിഗ്രേഷൻ്റെ എൻ്റെ ഫീൽഡല്ല, എന്നാലും ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഇമിഗ്രേഷൻ ഏജൻസിയിൽ ചോദിച്ചാൽ അത് ബട്ട് സ്റ്റിൽ വിത്തിൻ മൈ എക്സ്പീരിയൻസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഈ പറഞ്ഞ റെൻ്റൽ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പെട്ടെന്ന് വരുമ്പോൾ ചില ഇതിലൊക്കെ പെട്ടുപോകാറുണ്ട്, ചില ഫ്രോഡിലൊക്കെ പെട്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ KGG ഫേസ്ബുക്ക് മാർക്കറ്റ് അതിലൊക്കെ കാശ് കൊടുത്തിട്ട് ഇവിടെ വരുമ്പം അങ്ങനത്തെ ഒരു അഡ്രസ്സും ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ ആ വീട് അങ്ങനത്തെ ആളെ അവിടെ ഇല്ല. അപ്പോൾ കുറേ കാശ് പോയ ടീമുകളും ഈ സ്റ്റുഡൻസിനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഉള്ള സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ മേ ബി ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് ഇപ്പോൾ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ അന്വേഷിക്കുക, ഇത് ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി അന്വേഷിച്ചിട്ട് ഒരു ഒറിജിനാലിറ്റി വരുത്തുക. ആ സാധനത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കാശ് കൊടുക്കുന്ന പ്രോപ്പറാണ്. ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, കിട്ടാൻ ഈസിയാണ്. ബട്ട് അത് നോർമൽ ഒറിജിനൽ സാധനം ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതിലോട്ട് പോവാം. ഈ പറഞ്ഞ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അങ്ങനെ കാശ് പോയ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാനഡയിൽ വരുമ്പോൾ ജോബ് ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊന്ന് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ ഇപ്പോൾ. കാര്യം എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് 4 മാർക്സ് എൻ്റെ നീസ് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന് ഇപ്പം നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം എന്തുമാത്രം പാടാണ് ജോബ് കിട്ടാനെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജോബ് ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് പിള്ളേരെയൊക്കെ നമുക്കറിയാം. സത്യം പറഞ്ഞാൽ ഇപ്പം സ്റ്റുഡൻസിനെന്നല്ല മൊത്തത്തിൽ ജോബ് ഇവിടെ വളരെ കുറവാണ്. ദാറ്റ് വിൽ ബി മേ ബി നെക്സ്റ്റ് 1 അല്ല ചിലപ്പോൾ ഒരു 2 years പോകാം. പിന്നെ US-ൻ്റെ ഈ ഒരു ടാരിഫ് കൂടെ വരികയാണെങ്കിൽ അത് വീണ്ടും ഹാർഡായിട്ടാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ ഏജൻസി പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ വിശ്വസിക്കാതെ ഇരിക്കുക. ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്യുക. ഇവിടെ ആൾക്കാരുടെ ഇടയിൽ ചോദിക്കണമെന്നല്ലേ, എവരിവൺ ക്യാൻ ഗൂഗിൾ ആൻഡ് ചാറ്റ് സത്യം പറയാം ജോബ് നോക്കി ആരും ഇപ്പോൾ വരരുത് കാനഡയിൽ. ദർ ഈസ് നോ ജോബ് വേക്കൻസി അറ്റ് ഓൾ ഹിയർ. ഇവിടെ ഉള്ളവർ തന്നെ ഇവിടെ സ്ട്രഗ്ലിങ്ങിലാണ്. അപ്പോൾ ഇഫ് യു കമ്മിങ് ഹിയർ ടു സ്റ്റഡി and if you have a lots of income to support you, then come to Canada. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പം വീട് വാങ്ങിക്കണം എന്ന് തോന്നുവാണെങ്കിൽ what things they are supposed to do prior to buying a house? ലൈക്ക് എത്ര നാളിനുള്ളിൽ അവർ എത്ര നാൾ മുന്നേ അവർ പ്രിപ്പയർ ചെയ്യണം? സൗമ്യ ഹോംഓണർ അല്ലേ, സൗമ്യ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? ഐ വാസ് നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. ഞങ്ങൾ പ്രിപ്പയർഡേ അല്ലായിരുന്നു വീട് വാങ്ങിക്കാനായിട്ട്. ബിക്കോസ് അപ്പം നമുക്ക് ആ സ്ട്രഗിൾ അറിയാം. ലൈക്ക് നമ്മളെല്ലാം ലൈക്ക് വെരി ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. സോ വി ആക്ച്വലി ഹാഡ് റിഗ്രറ്റ് ലൈക്ക് അയ്യോ ഞങ്ങൾ എന്താ നേരത്തെ പ്രിപ്പയർ ചെയ്യാഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചേട്ടനോട് ചോദിക്കേണ്ടത്, ലൈക്ക് പ്രയർ ടു എത്ര നാൾ മുന്നെയാണ് ആൾക്കാർ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു വീട് വാങ്ങിക്കാനായിട്ട്? അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. വെൻ യു ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്, അത് എപ്പോഴെന്നല്ല, ഇപ്പോൾ വെൻ യു ആർ സ്റ്റുഡൻറ്റ് you need main thing, you need the down payment and income, right? Like you have strong income and you have strong down payment, then start thinking about the next step. Or down payment അടുത്ത ഒരു 1 year നിങ്ങളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. മെയിൻ തിങ് സ്റ്റാർട്ട് സേവിങ് മണി ഫോർ യുവർ ഡൗൺ പേയ്മെന്റ്. സോ വെൻ യു ഗോണ സേവ് ദ മണി ഫ്രം കാനഡ, ദാറ്റ് വിൽ ബി എ ലോങ് പ്രോസസ്. സോ പ്ലാൻ ahead, like invest in RRSP, TFS and everywhere. Then invest for 1 or 2 years. When the minimum down payment is ready, then start seeing a realtor. Then they will guide you step by step. Like the next step will be realtor will introduce to their mortgage team. Then from there they will tell you step by step what to do. But the main thing, down payment. And maintain, when you save the down payment, make sure you are maintaining a good credit score. And don't make big liabilities. Don't buy big car like you guys. So
ഇപ്പൊ ചേട്ടാ നമ്മൾ വീട് വാങ്ങിക്കുന്നത് തന്നെ നമുക്ക് കുറേ പ്രിഫറൻസ് ഉണ്ടായിരുന്നു. വീട് വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വേണം. ഇപ്പൊ സോജയ്ക്ക് സ്വിമ്മിംഗ് പൂൾ വേണമായിരുന്നു, സോജയ്ക്ക് ബാറ്റപ്പ് വേണം, ബാത്ടബ് വേണം, ജക്കൂസി വേണം, ഇങ്ങനെ കുറേ വലിയ ബാക്ക് യാർഡ് വേണം, അങ്ങനെ കുറേ പ്രിഫറൻസസ് നമുക്കുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വീട് വാങ്ങിച്ചപ്പം അതൊന്നും അല്ല, ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് വി നീഡ് ടു ചെക്ക് ഇൻ ആൻ ഹൗസ്. അങ്ങനെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വീട് വാങ്ങിക്കാൻ നേരത്ത്? ചെക്ക് ചെയ്യാനാണോ നമ്മൾ എന്താണോ വീട്ടിൽ വേണ്ടത്, ബേസിക്കലി വീട്ടിൽ വേണ്ടത് എന്തൊക്കെയാണ്? ഇതിപ്പോൾ സൗമ്യയുടെ തന്നെ എക്സാമ്പിൾ, സൗമ്യ സോജയുടെ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആദ്യം പൂൾ വേണം, ബാറ്റപ്പ് വേണം, ബാക്ക് യാർഡിൽ അത് വേണം, എന്നിട്ട് ഇതെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ഒരു വീട് നമ്മൾ മേടിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഇതിന് അനുസരിച്ച് വീട്ടിനകത്ത് ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്. അതിന് ശേഷം ഗോ ഔട്ട് സൈഡ് ആൻഡ് സി യു വാണ്ട് എ പൂൾ ഓർ യു വാണ്ട് എ റേവൻ ലോട്ട് ഓർ യു വാണ്ട് എ നൈസ് ബാക്ക് യാർഡ് ഓർ കോസി ബാക്ക് യാർഡ് വാണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡായിട്ടുള്ള കാര്യങ്ങൾ വീട് നോക്കുമ്പം റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് പറഞ്ഞു തരുന്നുണ്ടാവുക, ഈ ഫ്ലോർ ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഈ ഇതിലെ ഫർണസ് പഴയതാണ്. പിന്നെ ടെക്നിക്കലായിട്ട് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്ത് തരും നിങ്ങൾ വീട് നോക്കുക. ബട്ട് ബേസിക്കലി നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് ആ വീട്ട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഒരു ഐഡിയ ആദ്യം നിങ്ങൾക്കുണ്ടാകും. ഇപ്പം നമ്മൾ തന്നെ ഒരു 40 ഹൗസസ് കണ്ട് 41st ഹൗസ് ആണിത്. എന്നെ ഓൾമോസ്റ്റ് ഒരു 50 വീട്ടിലാണ്. ദിസ് 41st ഹൗസ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ചേട്ടനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ ഒരു വീടാണ് നിങ്ങൾക്ക് പറ്റിയതില്ലെങ്കിൽ ഇത് കിട്ടും എന്ന് ചേട്ടനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പലർക്കും പല വീടുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഒത്തിരി വീടുകൾ കണ്ടിട്ട് യു ഹാവ് വിഷൻ അല്ല, ചേട്ടൻ ഇങ്ങനെ തോന്നും ഈ വീട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതെങ്ങനെ ചേട്ടൻ്റെ മനസ്സിലുണ്ടോ, ലൈക്ക് ഇതാണ് കൊടുക്കേണ്ടത്? ഞാനൊരു ഓഫർ കൊടുത്തതിന് ശേഷം എൻ്റെ ക്ലയൻറ്റുകൾ ഞാൻ തന്നെ നിങ്ങളുടെയും പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു, നമുക്ക് ഇത് കിട്ടാൻ ഇത്രമാത്രം ചാൻസ് ഉണ്ടെന്ന്. ചില സമയത്ത് ഞാൻ പറയും ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയും. അതിനർത്ഥം എനിക്ക് തന്നെ അറിയാം ഈ വീട് നമുക്ക് കിട്ടുമെന്ന്. ചില ഓഫർ കൊടുക്കുമ്പോൾ ഞാൻ ക്ലയൻറ്റിൽ ചിലപ്പോൾ ഒന്നും പറയാറില്ല, കാര്യം എനിക്കറിയാം ആ ഓഫർ കൊടുക്കുന്ന ആ പ്രൈസും ആ വീടിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായിട്ട് മാച്ച് ആകുന്നില്ല. എനിക്ക് തന്നെ അറിയാം. ദാറ്റ് ടൈം ഈവൻ ഐ നോ ഐ എം നോട്ട് ഗോണ ഗെറ്റ് ദിസ് ഓഫർ, വി ആർ ജസ്റ്റ് സ്റ്റിൽ ട്രൈങ് എ ലക്ക്. ചില സമയത്ത് ലക്ക് ട്രൈ ചെയ്യുന്ന, അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മൾ വെറുതെ കൊടുക്കുന്നത്. ബട്ട് ചില സമയത്ത് എനിക്ക് തന്നെ അറിയാം ഈ പ്രൈസ് മാർക്കറ്റ് പ്രൈസാണ്. വെൻ ഐ ടോക്ക് ടു ദ അതർ ഏജൻറ്റ്, ഈവൻ ഫ്രം ദ വേ ദേ ഗോണ ടോക്ക് ടു മീ, ആ ഇതെന്ന് എനിക്കറിയാം വാട്ട് ദേ ആർ ലുക്കിംഗ്. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന പ്രൈസിൽ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓഫർ കൊടുത്തിട്ട് പറയാം വെയിറ്റ് ഫോർ മൈ കോൾ, നമുക്ക് നല്ല ചാൻസ് ഉണ്ട്, ഒരു 90% ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ വീട് കിട്ടും. ഇപ്പോൾ കുറേ പേർക്ക് ആഗ്രഹം കാണുമായിരിക്കും ചേട്ടനെ പോലൊരു വലിയ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ആവണമെന്ന്. ആൻഡ് ഒരാൾക്ക് അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ഈസിയാണ്, ഒരുപാടൊന്നും പഠിക്കണ്ട. No, you need to study. But I think now Humber College, right? Humber College ഓൺലൈനിൽ പോവുക, അല്ലെ രജിസ്റ്റർ ചെയ്യുക. I think there is a preliminary exam or something now. ഞാൻ എക്സാം എഴുതിയത് ഓറിയ എന്ന ഒണ്ടാരിയോ റിയൽ എസ്റ്റേറ്റ് ബോർഡിൻ്റെ എക്സാം ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഹംബർ കോളേജായി കോഴ്സായിട്ട് ചെയ്യുന്നത്. അപ്പം കോളേജിൽ രജിസ്റ്റർ ചെയ്യുക, അതിലൊരു ഇനിഷ്യൽ ഒരു എക്സാം ഉണ്ടാവും, അത് പാസ്സാകും. അതിനുശേഷം ഐ തിങ്ക് 5 കോഴ്സ് നീഡ് ടു ഡൺ. അപ്പോൾ ഒരു കോഴ്സ് പാസ്സായതിനു ശേഷം അടുത്ത കോഴ്സിലോട്ട് പോവുക. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യുക, പഠിക്കുക, അടുത്ത കോഴ്സ് പാസ്സാകുക, അടുത്ത കോഴ്സ് പോവുക. അങ്ങനെ ഒരു 4 കോഴ്സ് കഴിയുമ്പോൾ യു വിൽ ബി എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ടു. അപ്പോൾ ചേട്ടനെ പോലെ പണക്കാരനാവാൻ പറ്റുമോ? ആ ചിരിയിൽ എന്തുകൊണ്ട് പറയൂ. ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയെന്ന് വെക്കുക, ചേട്ടനെ പോലെ പണം സമ്പാദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പണക്കാരനാവാൻ പറ്റുമോ? ഉറപ്പായിട്ട് പറ്റും. അത് സൗമ്യയുടെ കാലിബർ പോലെ ഇരിക്കും. സൗമ്യ എന്തുമാത്രം വീട് വിൽക്കുന്നു, എന്തുമാത്രം ക്ലയൻറ്റ് തിരിച്ച് സൗമ്യയുടെയിലോട്ട് തിരിച്ചു വരുന്നു. കാരണം ഇപ്പോൾ ഒരു 2 വീട് വിറ്റ് ആ ക്ലയൻറ്റ് അടുത്ത പ്രാവശ്യം സൗമ്യയുടെയിലോട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ സൗമ്യയുടെ മാർക്കറ്റിൽ താഴോട്ട് പോകും. അപ്പോൾ പീപ്പിൾ നീഡ് ടു ബിലീവ് യു, റൈറ്റ്? ഇഫ് പീപ്പിൾ ഗോണ ബിലീവ് യു, ദെൻ പീപ്പിൾ ഗോണ സ്റ്റാർട്ട് കമ്മിങ് ടു യു. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് സൗമ്യക്ക് പണം സമ്പാദിക്കും. ഇപ്പം ചേട്ടൻ്റെ അടുത്ത് ഒരാൾ വീട് വാങ്ങിക്കാൻ വരുവാണെങ്കിൽ ചേട്ടനായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏജൻസ് ആണോ ആദ്യം കാണാൻ പോകുന്ന വീട്? ഇല്ല, എൻ്റെ എല്ലാ ക്ലയൻറ്റിനെയും ഞാൻ തന്നെയാണ് നേരിട്ട് പോയി എല്ലാ വീടും ഞാൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വിട്ട് വരുവാണെങ്കിൽ ഇപ്പം ചേട്ടൻ ഇപ്പം വെറുതെ വീട്ടിലിരിക്കുവാണ്, ചേട്ടന് ഇപ്പം ഭയങ്കര സ്ട്രെസ് അടിച്ച്, അല്ല അങ്ങനല്ല, സപ്പോസിഡ്ലി ചേട്ടൻ ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്, ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് ചേട്ടന് ഏറ്റവും
ഇഷ്ടമുള്ള മൂവി കാണാനായിട്ട്, അല്ലെങ്കിൽ ചേട്ടനൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്ന ഒരു മൂവി ഏതായിരിക്കും? മൂവിയല്ല, ഇതുപോലെ ഇപ്പോൾ ഈ വർക്കിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ ഇത് വരുമ്പം എൻ്റെ വൈഫിനെ അറിയാം, ഞാൻ ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഒരു 3-4 എപ്പിസോഡ് ഒരുമിച്ച് കാണും. വേറെ റീസെന്റ് അപ്പോഴേക്കും നമ്മൾ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ആമസോണിലെ മെൻ്റലിസ്റ്റ്. ഓക്കെ, നല്ലതാണോ? Yeah, watch it. You will get an idea. But it's I think five season or no 6 season, so it's a long one. ചേട്ടൻ ഇപ്പം ട്രിവാൻഡ്രത്തു നിന്നാണല്ലോ. ഇപ്പം ട്രിവാൻഡ്രം ഇസ് ലൈക്ക് ഹാസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ്. ഇപ്പം ചേട്ടൻ ഇപ്പം ഈ ഒരു സമയം, ഇപ്പം ഇവിടെ വൈകിട്ടായി, ചേട്ടൻ ഇപ്പം ഈ ഒരു സമയത്ത് ചേട്ടൻ ട്രിവാൻഡ്രത്താണെന്ന് വിചാരിക്കുക. ചേട്ടൻ ഇപ്പം വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ, ഈ തട്ടുകട, ഹോട്ടൽ, സംതിങ്, ആ ഒറ്റ ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് ഫുഡായിരിക്കും? ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ വിഴിഞ്ഞത്തോട്ട് വിടും. വിഴിഞ്ഞത്താണെങ്കിൽ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണെങ്കിൽ ഇപ്പോൾ സീ ഫുഡിൻ്റെ മാത്രം റെസ്റ്റോറൻറ്റ്സ് ഉള്ള. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് വേണം, ഞാൻ സീ ഫുഡിൻ്റെ ആളാണ്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സീ ഫുഡിൻ്റെ എന്ത് ഐറ്റവും കിട്ടും. അപ്പം നോർമലി പിന്നെ വെക്കേഷൻ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ആ സമയത്ത് ഇതുപോലെ വൈകിട്ടാകുമ്പോൾ പിന്നെ എൻ്റെ ബ്രദറൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നേരെ വൈകിട്ട് അവിടെ പോവുക, അവിടെ ഇരിക്കുക, ആ കടയിൽ കയറുക, അവിടെ പോയിട്ട് ഇത്രയുള്ള വലിയ ഫിഷൊക്കെ എടുത്ത് ആ സമയത്ത് ദേഗോണം അമ്മയ്ക്ക് ഗ്രിൽ ആൻഡ് എവരിത്തിങ്. സോ അവിടെ നിന്ന് കുശാലായിട്ട് അടിക്കുക ഫ്രണ്ട്സുമായിട്ട്. ഇന്ന് തിരിച്ചു കിട്ടിയത് ഇപ്പൊ പോണോ ട്രിവാൻഡ്രത്ത്? തോന്നുന്നുണ്ടോ പോവാൻ? ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയിട്ട്. ഇപ്പം എനിക്ക് ആസ് എ ഫ്രണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടായിട്ട് എനിക്കറിയാം ചേട്ടൻ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ലൈക്ക് യു ഹവ് ബീൻ ടു മെനി പ്ലേസസ് ബിഫോർ. ഇനി പോകാനുള്ള ഇഷ്ടമുള്ളൊരു സ്ഥലം, ഇല്ലെങ്കിൽ ഇനിയും ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയേ പറ്റൂ, പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ ഒരു സ്ഥലം ഏതായിരിക്കും? ഇതുവരെ പോകാത്ത സ്ഥലമാണോ അതോ പോയതിലാണോ? ഇപ്പൊ ഓക്കെ, പോയതിൽ ഏത് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കേരളം തന്നെയാണ്. കേരളം അല്ലാതെ ഏത് സ്ഥലമാണ് ഇഷ്ടം? Honestly, if you ask me, I will say Jamaica. Jamaica. They have a variety of foods and they have variety of beach or whatever. പിന്നെ അതെല്ലാം കുറച്ചുകൂടെ കോസി ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഞാൻ പോകാൻ, even my daughter told me she wanna go to in Paris. So that's little different than what I said Jamaica. So these both are in different world. ജമൈക്കയുടെ ഇത് വേറെയാണ്. when you go to Paris it's a different thing. It's a completely different vibe. അല്ല, ഇനി ചേട്ടനായിട്ട് പോവാൻ, ഇപ്പം മോക്കാണ് പാരീസിൽ പോകാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞത്. ഇപ്പൊ ചേട്ടനായിട്ട് മോളുടെ ആഗ്രഹം മാത്രമല്ല എൻ്റെ ആഗ്രഹം പാരീസിൽ ഞാനടുത്ത ചേട്ടൻ തായ്ലൻഡോ പട്ടായോ അല്ലേ പറയാ. എന്നാ എൻ്റെ വൈഫ് ഇപ്പോൾ ഓട്ടിക്കും, അവളെയും കൊണ്ട് പോയായിരുന്നു. എന്നെ മാത്രമല്ലേ പോകണം. അപ്പൊ ചേട്ടാ, താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു, ലൈക്ക് ഞാൻ എങ്ങനെ ചോദിക്കും ചില കാര്യങ്ങളെന്നൊക്കെ. നന്നായിട്ടെല്ലാം ചോദിച്ചു. താങ്ക് യു സോ മച്ച്. ഇതെന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. കുഴപ്പമില്ല കേട്ടോ. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വേണ്ട ഇത് തന്നെ മതി. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ കമ്മിങ് ആൻഡ് ബ്ലെസ്സിങ് മൈ ഷോ വിത്ത് യുവർ പ്രസൻസ്. അതാ പറയാൻ വന്നത്, ഇതിന്റെ 100th ഷോയിൽ ഞാൻ വീണ്ടും വരും. 100th എപ്പിസോഡ് ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർക്ക് മൈ വേർഡ്സ്. ചേട്ടന്റെ നാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. It's wonderful to have a nice chat with you and